കേരളത്തിൽ എന്ത് സംഭവിക്കണം, എന്ത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരു പ്രത്യേക സംഘമുണ്ട്. കേരളത്തിൽ എന്തു നടന്നാലും അതിന് ഒരേ ഒരു വ്യാഖ്യാനമേ പാടുള്ളൂ. അത് ഞങ്ങൾ പറയും. നിങ്ങളത് തമ്പ്രാൻ ഉപദേശം പോലെ കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ആ ആഖ്യാനം അങ്ങ് കണ്ണടച്ച് വിഴുങ്ങുകയും നാട്ടിലുടനീളം അത് മാത്രം പാടി നടക്കുകയും വേണം. സ്വാഗതം കാക്കനാടൻ അജണ്ട സെറ്റിംഗ് അക്കാദമിയിലേക്ക്, അഥവാ ഇടത് ആശയങ്ങളുടെ കാക്കനാട് സ്കൂൾ ഓഫ് ജേർണലിസത്തിലേക്ക്. ഇവിടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നാടൊട്ടുക്ക് നടക്കുന്ന ഏത് വലിയ സംഭവത്തെയും തങ്ങളുടെ ഇടത് ലിബറൽ കണ്ണടയിലൂടെ മാത്രം നോക്കിക്കാണുക. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും വന്ന് ഇതാണ് സത്യം, ഇതാണ് നിഷ്പക്ഷത, ഇതേ പറയാൻ പാടുള്ളൂ എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. യാഥാർത്ഥ്യം എത്ര വിദൂരത്താണെങ്കിലും തങ്ങൾ പറയുന്നത് മാത്രമേ ശരിയെന്ന് ശഠിക്കുക. മറുവായനകളെയും നിരീക്ഷണങ്ങളെയും ചാപ്പയടിക്കുക. ഇവരുടെ പ്രധാന അടവുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? കാക്കനാട്ടെ എയർ കണ്ടീഷൻ ചെയ്ത ഫ്ലാറ്റിലിരുന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ആഖ്യാനം മാത്രമാണ് ഫൈനൽ. ഇനി ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ തയ്യാറാക്കിയ തിരക്കഥയിലെ യുക്തിക്കേടുകൾ ചൂണ്ടിക്കാണിച്ചാൽ തീർന്നു. നിങ്ങൾ ഉടനെ വലതുപക്ഷ മൂരാച്ചിയോ മാധ്യമ വിരുദ്ധനോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദിയോ ഒക്കെയായി മുദ്ര കുത്തപ്പെടും. സെലക്റ്റീവ് നിഷ്പക്ഷതയാണ് ഇവരുടെ മുഖമുദ്ര. എല്ലാ കാര്യങ്ങളെയും ഇടതുപക്ഷത്തിന് അനുകൂലമായ വ്യാഖ്യാനങ്ങൾ ചമക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. ഓരോ വാർത്തകളും അളന്നു തൂക്കി ഇടതുപക്ഷത്തിനായി സഹതാപവും ന്യായീകരണവും ചെലുത്തും. എതിരാളികളുടെ ദൗർബല്യമാണെങ്കിൽ അതിതീവ്രമായ ചോദ്യം ചെയ്യലും വരും. റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിന്റെ പ്രത്യക്ഷത്തിൽ തന്നെ കള്ളപ്പണ ഇടപാട് എന്ന് ഉറപ്പിക്കാവുന്ന വിഷയത്തിൽ പോലും അയാളുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും ഈ സോ കോൾഡ് ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും നികേഷ് കുമാറുമെല്ലാം ചേർന്ന് പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് ആയിട്ടാണ് ഇവർ മാധ്യമ പ്രവർത്തനത്തെ കാണുന്നത്. എന്നാൽ ഞങ്ങൾ ഇടതുപക്ഷവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരാണ് എന്ന ബോർഡ് എപ്പോഴും ഇവരുടെ പോക്കറ്റിൽ കാണാം. ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന ഇരട്ടമുഖം സ്വീകരിക്കും. ഇവർ ലക്ഷണമൊത്തൊരു സൈനിക ബറ്റാലിയൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ കാക്കനാട്ട് ഫ്ലാറ്റുകളിൽ നിന്നിറങ്ങുന്ന അതേ ആശയങ്ങൾ വൈകുന്നേരം ആവുമ്പോഴേക്കും വിവിധ ചാനലുകളിലൂടെയും ഓൺലൈൻ പോർട്ടലുകളിലൂടെയും ഒരേ സ്വരത്തിൽ നാടൊട്ടുക്ക് പ്രചരിക്കും. ആഹാ, എന്തൊരു ഏകോപനം! കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ അജണ്ട ഫാക്ടറിയുടെ ചീഫ് കമാൻഡർ രാജീവ് രാമചന്ദ്രനാണ്. ഇവർക്ക് സൈദ്ധാന്തിക സംരക്ഷണം തീർക്കാൻ KJ ജേക്കബും KK ഷാഹിനെയും ശ്രീജിത്ത് ദിവാകരനും ചാവേറുകളായി ഒപ്പമുണ്ട്. ചാനൽ മുറികളിൽ വാദമുഖങ്ങളുമായി വരുന്ന ഹർഷനും സനീഷുമാണ് ഇവരുടെ പ്രധാന ആയുധങ്ങൾ. സേതുനാഥിന്റെ മലബാർ ജേണൽ, മനീഷ് നാരായണന്റെ ദ ക്യൂ തുടങ്ങിയ വാർത്താവാറോലകളും ന്യൂസ് മലയാളം 24 പോലുള്ള സാറ്റലൈറ്റ് ചാനലുകളും ഈ തൽപര കക്ഷികളുടെ ആശയപ്രചാരണ സ്രോതസ്സുകളാണ്. ഇതുകൂടാതെ കളമശ്ശേരിയിലെ തോറ്റ MLA P രാജീവാണ് ഇവരുടെയൊക്കെ ബൗദ്ധിക ഐക്കണും സംരക്ഷകനുമായി നിലകൊള്ളുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും പ്രതിപക്ഷ നേതാവോ ഉപനേതാവോ പാർട്ടി സെക്രട്ടറിയോ LDF കൺവീനറോ ഒന്നുമല്ലാത്ത P രാജീവിന് അനർഹമായ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നത് തന്നെ കാക്കനാട് സ്കൂൾ ഓഫ് ജേർണലിസം സഖാക്കളുടെ ഇടപെടൽ മൂലമാണ്. ഒരു തള്ളക്കോഴി കുഞ്ഞിക്കോഴിയെ ചേർത്ത് പിടിക്കും പോലെയാണ് ഇവരെ രാജീവ് സംരക്ഷിച്ചു നിർത്തുന്നത്. ഒരു തോറ്റ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ മാധ്യമങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ദിവസവും മൈക്ക് നീട്ടുന്നത് എന്ന ചോദ്യത്തിനുത്തരം കൂടിയാണ് ഈ അവിശുദ്ധ ശക്തികളുടെ സ്വാധീനത്തിന്റെ അളവ്. യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം എന്നാൽ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കലാണ്, അല്ലാതെ സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിഷ്പക്ഷതയുടെ ലേബലൊട്ടിച്ച് ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കലല്ല. ഞങ്ങൾ നിർമ്മിക്കുന്ന ആഖ്യാനം മാത്രമാണ് ശരി എന്ന് ഫേസ്ബുക്കിൽ കമന്റുകൾ ലിമിറ്റ് ചെയ്ത് കൊച്ചമ്മമാർ ശഠിക്കുമ്പോൾ നിങ്ങൾ വെറും കാക്കനാട് സ്കൂൾ ഓഫ് ജേർണലിസം പ്രൊഡക്റ്റുകളാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന് മറക്കരുത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം.